ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനം. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 18 വാക്യവും 60 അധ്യായം 4 വാക്യവും. തലപൊക്കി ചുറ്റും നോക്കുക. തലപൊക്കി ചുറ്റും നോക്കുക. വീണ്ടും അത് തന്നെ കാണാം. 60 അധ്യായം 4 വാക്യം. നീ തലപൊക്കി ചുറ്റും നോക്കുക. നീ തലപൊക്കി ചുറ്റും നോക്കുക. തല താണിരിക്കണ്ട. നീ ഇനിയും അപകർഷതാബോധത്തോടിരിക്കണ്ട. നീ ഇനിയും മനസ്സ് വാടിയിരിക്കണ്ട. ഇനിയും നീ ഭാരപ്പെട്ടിരിക്കണ്ട. നീ മ്ലാനവതനായിരിക്കണ്ട. തല പൊക്കിക്കൊള്ളൂ, തല ഉയർത്തിക്കൊള്ളൂ, തല പൊക്കുക, ചുറ്റും നോക്കുക. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ കൂടാരവാതിൽക്കൽ നിൽക്കുന്നത് കണ്ടു. കർത്താവായ യേശു ക്രിസ്തുവിന് 2 ദൂതന്മാരും. അവരെ കണ്ടുകൊണ്ട് അബ്രഹാം നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. അബ്രഹാം സമർപ്പണം എടുത്തു, ഡെഡിക്കേഷൻ. തലപൊക്കി നോക്കിയപ്പോൾ സമർപ്പണത്തിനുള്ളതായ ഒരു നല്ല ഭാഗ്യം ലഭിച്ചു. തലപൊക്കി നോക്കി സമർപ്പണം എടുത്തു. ദൈവത്തിന് സ്തോത്രം. നാം വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ യാഗപീഠം ഒരുക്കി, യാഗപീഠത്തിൽ വിറകടുക്കി, ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ കിടത്തി കൊല്ലുവാൻ കത്തിയോങ്ങി. പക്ഷേ അബ്രഹാമേ ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിന്നിൽ ഒരാട്ടുകൊറ്റൻ കാട്ടിൽ കുറ്റിക്കാടുകളിൽ കുരുങ്ങിക്കിടക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ കരുതൽ കണ്ടു. എല്ലാം തയ്യാറായി. യാഗപീഠത്തിനുള്ള വിറക്, യാഗപീഠത്തിൻ്റെ കല്ലുകൾ എല്ലാം തയ്യാറായിരിക്കുകയാണ്. പക്ഷേ യാഗപീഠത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ദൈവം ഒരു ആട്ടിൻകുട്ടിയെ കരുതി. ഇസ്ഹാക്കിനെ മാറ്റി ഒരു ആട്ടിൻകുട്ടിയെ കരുതി. ദൈവത്തിന് സ്തോത്രം. പ്രൊവിഷൻ. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 1 ഡെഡിക്കേഷൻ, 2 പ്രൊവിഷൻ. 3-ാമതായി നാം കണ്ടത്, അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ അതിമനോഹരമായൊരു വാഗ്ദത്തം ലഭിച്ചു. വാഗ്ദത്തം. എന്താണ് വാഗ്ദത്തം? നീ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഈ കാണുന്ന ഭൂമിയൊക്കെയും നിനക്കും നിൻ്റെ സന്തതിക്കും തരും. അബ്രഹാം നിരാശനായിരുന്നു. ഒരു കുഞ്ഞുണ്ടാവുകയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. വാഗ്ദത്തം ലഭിച്ചതായിരുന്നു, പക്ഷേ കിട്ടിയില്ലല്ലോ, മകനെ കിട്ടിയില്ലല്ലോ. അപ്പോഴാണ് ദൈവം പറയുന്നത്, നീ തലപൊക്കി നോക്കുക, നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. ധാരാളം ഭൂമി നീ കാണുന്നില്ലേ? എല്ലാം നിനക്കും നിൻ്റെ സന്തതിക്കും അവകാശമായി വരും. അപ്പോൾ എനിക്ക് മകനുണ്ടാകും. വാഗ്ദത്തം ലഭിക്കുന്നു, സമർപ്പണം ഉണ്ടാകുന്നു. അബ്രഹാം ദൈവത്തിൻ്റെ കരുതൽ കാണുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. തലപൊക്കി നോക്കാനാണ് ദൈവം പറയുന്നത്. തലപൊക്കി നോക്കുക. ഇന്ന് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പലരുടെയും മനസ്സ് മ്ലാനമായിട്ടിരിക്കുകയാണ്. ഉള്ള് ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. ഹൃദയം വിഷാദിച്ചിരിക്കുകയാണ്. തല താണ്ടിരിക്കുകയാണ് പല കാരണങ്ങളാൽ. എന്തെല്ലാമാണ് നിങ്ങളുടെ ഇൻഫീരിയോറിറ്റി ഫീലിംഗ്, അപകർഷതാബോധം? എന്തെല്ലാമാണ്? പലതിലും ചില അപകർഷതാബോധങ്ങളുണ്ട്. അപകർഷതകൾ. മറ്റുള്ളവരുടെ ഒപ്പം എനിക്കാകാൻ പറ്റുന്നില്ലല്ലോ, മറ്റു പലരുമുള്ള അവർക്കുള്ളതായ സന്തോഷവും സൗകര്യം എനിക്കില്ലല്ലോ, മറ്റുള്ളവർക്കുള്ളതായ വിദ്യാഭ്യാസം എനിക്കില്ലല്ലോ, മറ്റു ചിലർക്കുള്ളതുപോലുള്ളതായ ഒരു സമാധാനമുള്ള കുടുംബജീവിതം എനിക്കില്ലല്ലോ, മറ്റുള്ളവർക്ക് മക്കൾ നല്ലതുപോലെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മക്കൾ, എനിക്കങ്ങനെ മക്കളില്ലല്ലോ എന്നിങ്ങനെയുള്ള അനേകം കാര്യങ്ങളിൽ തല താണിരിക്കുകയാണ്, മ്ലാനവതനായിരിക്കുകയാണ്, ഹൃദയം തളർന്നിരിക്കുകയാണ്. ദൈവം പറയുന്നു തലപൊക്കി നോക്കുക എന്ന്. തലപൊക്കി നോക്കുക. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം എക്കാലത്തും നമ്മോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ലജ്ജിതരായിരിക്കേണ്ട, നിങ്ങൾ മ്ലാനവതരായിരിക്കേണ്ട, നിങ്ങൾ വാടിയിരിക്കേണ്ട,
നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാട്ടം മാറ്റുവാൻ ജീവനുള്ള ക്രിസ്തു നമ്മുടെ അരികിലേക്ക് വരികയും നമ്മെ ഉണർത്തുകയും ചെയ്യുന്നു. ആദ്യമായി ആ കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ഏതെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അപകർഷതയുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു മ്ലാനതയുണ്ടോ, എല്ലാം മാറ്റിത്തരാൻ കർത്താവായ യേശുക്രിസ്തു ജീവിക്കുന്നു എന്ന പരമസത്യം മറക്കരുത്. നിങ്ങൾ എത്ര താഴ്ന്ന നിലവാരത്തിലാണെങ്കിലും, മനസ്സ് ഇടിഞ്ഞു പോയതാണെങ്കിലും, പ്രതീക്ഷ നശിച്ചു പോയതാണെങ്കിലും വിശ്വസിക്കൂ, ഇന്നത്തെ ഈ കാലാവസ്ഥ മാറും, ഇന്നത്തെ ഈ സ്ഥിതിവിശേഷം മാറും, ഇന്നത്തെ ദയനീയത മാറും, ഇന്നത്തെ ദുഃഖകരമായ അവസ്ഥകൾ മാറും. നമുക്ക് ഒരു നല്ല കാലം ലഭിക്കും. നമുക്ക് വീണ്ടും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. അനന്തരം യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോടുകൂടെ 400 ആളും വരുന്നത് കണ്ടു. തൻ്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസേഫിനെയും ഒടുക്കമായി നിർത്തി. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്തു ചെന്നു. ഏശാവ് ഓടി വന്നവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവൻ്റെ കഴുത്തിൽ വീണവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോടുകൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിന്, ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെ ഹൃദയസ്പർശിയായ ഒരു രംഗമാണ് നാം കാണുന്നത്. സഹോദരന്മാർ 20 വർഷങ്ങൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. 20 വർഷം മുൻപ് ഏശാവിനെ ഭയന്ന് മരണഭീതിയോടുകൂടി വീട് വിട്ട് ഓടിയാണ് യാക്കോബ്. അന്ന് ഏകനായി ഓടിപ്പോയ യാക്കോബ് ഇപ്പോൾ 2 ഭാര്യമാർ, മക്കൾ, ദാസിമാർ, വേലക്കാർ, ആടുമാടുകൾ, ഒരു വലിയ സംഘമായി തീർന്നിരിക്കുന്നു. പക്ഷേ ഏശാവ് വരുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ യാക്കോബിന് പരവേശമായി, വലിയ പ്രയാസമായി, പേടിയായി. 20 കൊല്ലം മുമ്പ് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരുന്ന എൻ്റെ സഹോദരൻ ഇപ്പോൾ വഴിമനുസരിച്ച് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ ഭാര്യമാരെയും സകലവും നശിപ്പിക്കാനാണല്ലോ വരുന്നത് എന്ന് യാക്കോബ് ഓർത്തു. പേടിച്ച്, ശരിക്കും മരണഭയത്തോടുകൂടി, കൈകാലുകൾ വിറച്ചുകൊണ്ട്, ഉള്ളു പതറിക്കൊണ്ട് യാക്കോബ് മുന്നോട്ട് നീങ്ങുകയാണ്. ഭയക്രാന്തമായ അവസ്ഥയിലേക്ക്, ഭയചകിതമായ അവസ്ഥയിലേക്ക് പാവം യാക്കോബ് വന്നിരിക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ യാക്കോബിൻ്റെ ജീവിതം ഭയപ്പാടിൻ്റെ ജീവിതമാണല്ലോ, യാക്കോബിൻ്റെ ജീവിതം പരിഭ്രമത്തിൻ്റെ ജീവിതമാണല്ലോ. അങ്ങനെയുണ്ട് ചിലർ. എന്ത് കാര്യത്തിൽ തൊട്ടാലും ഭയം, ഏത് കാര്യത്തിൽ ചെന്നാലും ദുഃഖം, എവിടെ ചെന്ന് പ്രവർത്തനം ആരംഭിച്ചാലും അവിടെയെല്ലാം പരാജയം. അങ്ങനെ പരാജിതരായ ആളുകൾ ധാരാളമുണ്ട്, മിക്കവാറും എല്ലാവരും തന്നെ. ജയം കിട്ടാതെ വലയുന്നവർ, മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ. ഏശാവും 400 ആളുമായിട്ടാണ് വരുന്നതെന്നാണ് കേട്ടത്. യാക്കോബ് പേടിച്ചു പോയി. യാക്കോബ് ഭയന്ന്, യാക്കോബ് തലപൊക്കി നോക്കി. ഒരു വലിയ കൂട്ടം വരുന്നു, ഏശാവും 400 ആളും. യാക്കോബ് പേടിച്ചു, ശരിക്കും പേടിച്ചു. കൊല്ലും, എല്ലാം നശിപ്പിക്കും, ജീവിതം ഇവിടെ ഇതാ തീരാൻ പോവുകയാണ്. അപ്പോഴാണ് യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് തലപൊക്കി നോക്കി, ഏശാവും അവനോട് 400 ആളുകളും വരുന്നത് കണ്ടു. തൻ്റെ മക്കളെ ലേയയുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും 2 ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയയെയും അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസേഫിനെയും ഒടുക്കമായി നിർത്തി. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്തു ചെന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ ബുദ്ധിമാനാണ് യാക്കോബ്, സൂത്രശാലിയാണ്, നല്ലപോലെ ചിന്തിച്ചതിനെ ചെയ്യുന്നത്. ആദ്യം അവൻ ഒന്ന് കൊല്ലുകയാണെങ്കിൽ അവിടെ ദാസിമാരെയൊക്കെ കൊല്ലട്ടെ, പിന്നെയും കൊല്ലുകയാണെങ്കിൽ ലേയയെയും മക്കളെയും കൊല്ലട്ടെ, പിന്നെയും കൊല്ലുകയാണെങ്കിൽ റാഹേലിനെയും മക്കളെയും കൊല്ലട്ടെ. അവനെല്ലാം വളരെ കരുതിക്കുട്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ അവൻ്റെ ബുദ്ധിയൊന്നും ജയിക്കാൻ പോകുന്നില്ലെന്ന് കഴിഞ്ഞകാല അനുഭവങ്ങൾ അവനറിയാം. ബുദ്ധി കൊണ്ട് എന്തെല്ലാം പ്രവർത്തിച്ചാലും ജയിക്കുകയില്ല. ഇവിടെ താണേ പറ്റൂ, നിലം വരെ താണേ പറ്റൂ. യാക്കോബ് നിലം വരെ കുനിഞ്ഞ് 7 പ്രാവശ്യം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഏശാവിൻ്റെ മുമ്പിലേക്ക് ചെന്നു.
ഇവിടെ നിന്ന് കാണുന്നത് തലപൊക്കി നോക്കിയപ്പോൾ കൺസിലിയേഷൻ എന്താണത്? അനുരഞ്ജനം. അകന്നുപോയവർ തമ്മിൽ അടുക്കുന്നു. ഒരു ന്യായവും പറയുന്നില്ല, ഒരു ന്യായവും പറയാനില്ല താനും. തെറ്റ് പറ്റിപ്പോയി എന്നുള്ള നല്ല ബോധത്തോടെ, അബദ്ധം പറ്റിപ്പോയല്ലോ എന്നുള്ള ചിന്തയോടെ, അയ്യോ കഷ്ടമായി പോയല്ലോ, ഞാൻ എൻ്റെ സഹോദരനെ ദ്രോഹിച്ചിട്ടാണല്ലോ ഞാൻ പോകുന്നത്, ഞാൻ എൻ്റെ സഹോദരനെ ചതിച്ചിട്ടാണല്ലോ പോകുന്നത്, എൻ്റെ സഹോദരന് കിട്ടേണ്ടതായ അവകാശം തട്ടിയെടുത്തിട്ടാണല്ലോ ഞാൻ പോകുന്നത് എന്നുള്ള പരാജയബോധത്തോടെ യാക്കോബ് സാഷ്ടാംഗം പ്രണമിച്ചെന്ന് അങ്ങ് നിലം വരെ താണ് കുനിഞ്ഞ് ആദരവോടെ നമസ്കരിച്ചുകൊണ്ട് യേശാനോബിലേക്ക് ചെന്നു, സാഷ്ടാംഗം വീണു. ഇവിടെയാണ് ഒരു ന്യായവും പറയുവാനില്ലാതെ അനുരഞ്ജനം വേണമെങ്കിൽ ന്യായം പറയാനുണ്ടാകരുത്. ഒരു കൺസിലിയേഷൻ വേണമെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് ന്യായവാദം ഉണ്ടാകരുത്. നിങ്ങൾ അകന്നിരിക്കുന്ന ആരോടെങ്കിലും അടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അവകാശവാദവും പാടില്ല, ഒരു ന്യായവും പാടില്ല. നാം എല്ലാം മറന്ന്, എല്ലാ ന്യായവാദങ്ങളെല്ലാം പിറകിലേക്ക് എറിഞ്ഞു കളഞ്ഞ്, എല്ലാ അവകാശവാദങ്ങളും മാറ്റിക്കളഞ്ഞ് നാം എളിമയോടുകൂടി ചെല്ലുക, എളിമയോടുകൂടി. വാസ്തവത്തിൽ ഇന്ന് മനുഷ്യ സമൂഹം അല്ല, നമ്മുടെ സ്വന്തം കുടുംബങ്ങൾ, നമ്മുടെ സ്വന്തം സഹോദരന്മാർ, അത് ഒരു പൂർണ്ണമായ ആന്തരികമായ ഐക്യമുണ്ടോ? വാസ്തവത്തിൽ ആന്തരികമായ ഒരു സ്വരച്ചേർച്ചയുണ്ടോ? ആന്തരികമായ ഒരു വൺനെസ്, ഒരു ഹാർമണി ഉണ്ടോ? ഒരു അപ്പൻ്റെയും അമ്മയുടെയും മക്കൾ, ഏശാവും യാക്കോവും, ഇസാക്കിൻ്റെയും ഇർവയ്ക്കയുടെയും മക്കൾ. പക്ഷേ അവർ രണ്ടുപേരും കടുത്ത ശത്രുതയിലായിപ്പോയി. 20 കൊല്ലം ശത്രുത മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. 20 കൊല്ലം. എത്ര ദയനീയമായ അവസ്ഥയാണത്. ഒരു പ്രശ്നം വന്നാൽ എന്ത് നഷ്ടം സഹിച്ചാണെങ്കിലും അടുത്ത ദിവസം തന്നെ തീർക്കേണ്ടതാണ്. ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അടുത്ത ദിവസം തന്നെ തീർക്കേണ്ടതായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ലെന്നല്ല, അതിന് മനസ്സുമില്ല. ഹൃദയത്തിൽ കാലുഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. ഏശാവ് യാക്കോവിന് ഭീതിയും, ഏശാവിന് കലശലായ വൈരാഗ്യം, യാക്കോവിന് ഭയം. ജ്യേഷ്ഠൻ്റെ മുമ്പിലേക്ക് ചെല്ലാൻ യാക്കോവിന് ധൈര്യമില്ല. ആ സ്ഥിതിയിൽ 20 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏശാവ് വരുന്നത് കേട്ട് 400 ആളുമായിട്ടാണ് വരുന്നത്. കൊല്ലും, തീർച്ചയായിട്ടും നശിപ്പിക്കും. ഭാവി തീർന്നു, പ്രതീക്ഷകൾ നശിച്ചു, ഇനി ആശയ്ക്ക് വകയൊന്നുമില്ല. അങ്ങനെ ഏശാവിൻ്റെ അടുക്കലേക്ക് യാക്കോബ് വളരെ വളരെ എളിമയോടുകൂടി, വളരെ താഴ്മയോടുകൂടി ചെന്ന് കാൽക്കൽ കുമ്പിട്ടു. ദൈവത്തിന് സ്തോത്രം. ആരോടെങ്കിലും അകൽച്ചയുണ്ടെങ്കിൽ ആൾ ഇങ്ങോട്ട് വരട്ടെ എന്ന് ഞാൻ വിചാരിക്കരുത്. എന്നോട് വന്ന് മോപ്പി ചോദിക്കട്ടെ എന്ന് വിചാരിക്കരുത്. ഇങ്ങോട്ട് വരട്ടെ, സംസാരിക്കട്ടെ എന്ന് വിചാരിക്കരുത്. പക്ഷേ നമുക്ക് എന്തെല്ലാം ന്യായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെന്ന് തോന്നിയാൽ, എന്തെങ്കിലും ശത്രുത്വം ഉണ്ടെന്ന് തോന്നിയാൽ, നിങ്ങൾ ആദ്യം ചെന്ന് അവനോട് നിരപ്പായിക്കൊള്ളുക, പിന്നീട് ഇതിൻ്റെ വഴിപാട് കഴിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ആരോടും ഒരകൽച്ച വെച്ചുകൊണ്ടിരിക്കരുത്. യാതൊരു കാരണവശാലും. സ്വന്തം സഹോദരന്മാരെന്ന് മാത്രമല്ല, ആരോടും, അയൽക്കാരോടോ അതും മാത്രമല്ല, ഈ ലോകത്തിൽ ആരോടും നമ്മുടെ ഹൃദയത്തിൽ ഒരു അല്പം പോലും ഈർഷ്യയോ മുഷിച്ചിലോ പരിഭവമോ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. സൂക്ഷിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരിക്കൽ ദൈവരാജ്യത്തിൽ പോകണമല്ലോ, ഒരിക്കൽ മരിക്കുമല്ലോ, ഈ മരണം കഴിഞ്ഞ നിത്യതയിലേക്ക് പോകുമല്ലോ. മരണം കഴിഞ്ഞുള്ള നിത്യതയിലേക്ക് പോകുമ്പോൾ അന്ന് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല, നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. ഓർത്തുകൊള്ളണം, ആരോടും വൈരാഗ്യം ഉണ്ടായിരിക്കരുത്. പണ്ട് ഇബ്രാഹിം ലിങ്കൺ പറഞ്ഞു, ആഭ്യന്തര യുദ്ധം ജയിച്ച് ഇബ്രാഹിം ലിങ്കൺ പ്രസിഡൻ്റായി സ്ഥാനമേൽക്കാൻ പോവുകയാണ്. ഗെറ്റിസ്ബർഗിൽ വെച്ച് ഒരു നല്ല പ്രസംഗം ചെയ്തു ഇബ്രാഹിം ലിങ്കൺ. പറഞ്ഞു തുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയാമോ? വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് ചാരിറ്റി ഫോർ ഓൾ. ആരോടും പരാതിയില്ല, പരിഭവമില്ല, ആരോടും വഴക്കില്ല, ആരോടും വൈരാഗ്യമില്ല. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ, ആരോടുമില്ല പരിഭവം, ആരോടുമില്ല വൈരാഗ്യം. ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ, എല്ലാവരോടും സ്നേഹം മാത്രം, ധാർമ്മികമായ സ്നേഹം മാത്രം, ധാർമ്മികമായ ഹൃദയം നിറഞ്ഞ സ്നേഹം മാത്രം. വിത്ത് മാലിസ് ടുവേർഡ്സ് നൺ ആൻഡ് ചാരിറ്റി ഫോർ ഓൾ. ഇബ്രാഹിമിൻ്റെ പ്രസംഗം അത് ലോകത്തിലെമ്പാടും മുഴങ്ങിയൊരു പ്രസംഗമാണത്. മനുഷ്യഹൃദയത്തെ സ്വാധീനം ചെയ്ത പ്രസംഗമാണത്. ആരോടും വൈരാഗ്യമില്ലാതെ സാധിക്കുമോ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ,
മരിക്കാൻ കിടക്കുമ്പോൾ, മരണം അടുത്ത് വരുമ്പോൾ, അപ്പോൾ പലരും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ മനസ്സിലാകും. പലരും നാം ക്ഷമിച്ചിട്ടില്ലാത്തവർ, നമുക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നവർ, നമ്മോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നവർ, അവരെല്ലാം വന്ന് അണിനിരക്കുന്നത് നമ്മുടെ മനസ്സിൽ എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ കണ്ണുമടച്ച് കിടക്കുകയായിരിക്കും, അളറിയാതെ കിടക്കുകയായിരിക്കും, വിളിച്ചാൽ വിളി കേൾക്കാതെ കിടക്കുകയായിരിക്കും. പക്ഷേ അപ്പോഴാണ് ഇതെല്ലാം വന്ന് നിരക്കുന്നത്. ആരോടെല്ലാം പിണക്കമുണ്ടോ അവരെല്ലാം വന്ന് നിൽക്കുന്നു, ആരോടെല്ലാം ഇഷ്ടക്കുറവുണ്ടോ അവരെല്ലാം വന്ന് നിൽക്കുന്നു. അമ്പരുന്നു, അയ്യോ ഞാൻ നിരപ്പായില്ലല്ലോ, അയ്യോ ഞാൻ നിരപ്പായില്ല, ഞാൻ സമാധാനമായി പെരുമാറിയില്ലല്ലോ, സ്നേഹമായി പെരുമാറിയില്ലല്ലോ. ഉടനെ ദുഃഖമായി. പക്ഷേ അത് ഫലമില്ല, നിഷ്ഫലമാണ്. പിന്നെ ചിന്തിക്കാനോ തിരുത്താനോ വകയില്ല, എല്ലാം തീർന്നു. തിരുത്താൻ യാതൊരു കാരണവശാലും സാധ്യതയില്ലാത്ത സമയത്ത് മരിക്കാൻ കിടക്കുമ്പോൾ, അപ്പോൾ ഹൃദയത്തിൽ നിരാശ നിറഞ്ഞു വരും. നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന്. മരിച്ചില്ല, മരിക്കുന്നതിന് മുൻപ് തന്നെ മരണത്തോടടുത്ത് കിടക്കുമ്പോൾ എല്ലാം വന്ന് അണിനിരക്കും. നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം വന്ന് അണിനിരക്കും. ഓർമ്മയില്ലാതെ കിടന്ന ചില കാര്യങ്ങൾ പോലും, പാവങ്ങൾ പോലും അപ്പോൾ ഓർമ്മയിൽ വരും. അപ്പോഴെല്ലാം ഇതെല്ലാം വന്ന് നമ്മുടെ നേരെ തുറിച്ചു നോക്കുന്നത് പോലെ നമുക്ക് തോന്നും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഒരു ദിവസം ഈ മരണമെന്ന ആ ഒരു കടത്ത് കടക്കേണ്ടതല്ലേ? അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? ഏത് നിമിഷത്തിലും ഞാൻ മരിച്ചു പോകാം എന്നുള്ള ഒരു ചിന്ത നോക്കുന്നുണ്ടോ? ഏത് നിമിഷത്തിലും. പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ആരോഗ്യശാസ്ത്രം പറയുന്നത് ഒരു പ്രത്യേക കാരണം വേണ്ട ശ്വാസം നിലച്ചു പോകാൻ. ശ്വാസം നിലച്ചു പോകാൻ പ്രത്യേക കാരണമൊന്നും വേണ്ട. ആരോഗ്യശാസ്ത്രം പറയുന്നത് വെറുതെ സ്വസ്ഥമായിട്ട് അതുവരെ ഒരു രോഗമില്ലാത്ത മനുഷ്യൻ പെട്ടെന്ന് ശ്വാസം നിലച്ചു പോകാം. നമ്മുടെ ഓരോരുത്തരുടെ സ്ഥിതിയാണ് ഇത്. നമുക്കറിയാൻ താനും. വല്ല സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഹൃദയത്തിൽ നമുക്ക് ദുഃഖമൊക്കെ വരും. ഇതുപോലെ ഞാനൊരു ദിവസം കിടക്കുമല്ലോ, ഞാനും ഇതുപോലെ എൻ്റെ ജീവിതത്തിലും മരണത്തെ നേരിടുമല്ലോ എന്നൊക്കെ ചിന്ത വരും. പക്ഷേ അത് കഴിഞ്ഞു, അതെല്ലാം വിട്ടുപോയി. എല്ലാം പെട്ടെന്ന് എടുത്ത് മാഞ്ഞു പോയി. പിന്നെയും പഴയതുപോലെ തന്നെ സ്നേഹക്കുറവും നീരസവും വഴക്കും പിണക്കവും എല്ലാം. സ്വന്തം വീട്ടിൽ തന്നെ നിങ്ങൾ ചിന്തിക്കൂ. സ്വന്തം വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ആ ഒരു മനസ്സുണ്ടോ? പിന്നെ തിരുത്താൻ നേരമില്ലല്ലോ. ഭാര്യയും ഭർത്താവും ഏക ഹൃദയമാണോ? ഒരു മനസ്സാണോ? ഞാൻ പറയാറുള്ള വാക്ക് ഹാർമണി എന്നാണല്ലോ. ഹാർമണിയാണോ? ഹാർമണി. ആ ഒരു സ്നേഹത്തിൻ്റെ സംയോജ്യതയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? അപ്പനും മക്കളും തമ്മിൽ, അമ്മയും മക്കളും തമ്മിൽ, അമ്മയും മരുമകളും തമ്മിൽ ചിന്തിച്ച് നോക്കൂ. നാം കൂട്ടായ്മയിൽ വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നാം വചനം കേൾക്കുകയും വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുകയും ചെയ്യുന്നു. വളരെ നല്ലത് തന്നെ. പക്ഷേ ഈ കേട്ട് പോയിട്ട് നിങ്ങൾ എന്തെല്ലാം തിരുത്തി, ഇതിനകം എന്തെല്ലാം തിരുത്തി? ആർക്കെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ ചെന്ന് നിരപ്പായിട്ടുണ്ടോ? നിങ്ങൾ ചെന്ന് യോജിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ബോധ്യം വന്നാൽ ആരോടും പകയില്ലാതിരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ നമ്മൾ ഇടയ്ക്ക് അങ്ങ് ചിന്തിക്കണം. ഇടയ്ക്ക് പ്രാർത്ഥന നേരത്താകാം, തനിയെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാകാം, തനിയെ വേദവസം വായിക്കുമ്പോഴാകാം, എപ്പോഴെങ്കിലും ചിന്തിക്കണം. കർത്താവേ, എൻ്റെ ഈ ഹൃദയത്തിൽ അവിടെ നിന്നെല്ലാം കാണുന്നുണ്ടല്ലോ, ആരോടെങ്കിലും നീരസമുണ്ടോ? ആരോടെങ്കിലും മുൻവിധിയുണ്ടോ? ആരോടെങ്കിലും എനിക്ക് കയ്പുണ്ടോ? ആരോടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ വഴക്കുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ആരെക്കുറിച്ചെങ്കിലും എനിക്ക് പരാതിയുണ്ടോ? ചിന്തിക്കണം. എന്നിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ്. തീർന്നു, ഇനിയില്ല. കാരണം എല്ലാ വേദനയും സഹിച്ച്, എല്ലാ പരിഹാസവുമേറ്റ്, എല്ലാ നിന്ദയും സഹിച്ച്, എല്ലാ ആക്ഷേപവും സഹിച്ച്, കുരിശിൽ 3 ആണികൾ തൂങ്ങിക്കിടക്കുന്ന കർത്താവ് വേദന പൊളഞ്ഞു കിടക്കുമ്പോഴും പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നതിനത് എന്ന് ഇവരറിയാൽ ഇവർ ക്ഷമിക്കണമേ എന്ന്. സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ വളരെ വിനയപൂർവ്വത്തോട് പറയുകയാണ്. നിങ്ങൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, ആരെങ്കിലും എന്നോട് ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിക്കാതെ കിടപ്പുണ്ടോ? ഞാൻ ക്ഷമിക്കാത്തതുണ്ടോ? എന്നോട് തെറ്റ് ചെയ്ത് അവരോട് ഞാൻ ക്ഷമിക്കാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉള്ളിൽ എപ്പോഴും ഒരു നീറ്റൽ, എന്നാൽ എന്നോട് ചെയ്തില്ലേ, എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എനിക്ക് വേദനാകരമായിട്ട് അങ്ങനെ പെരുമാറിയില്ലേ എന്നാരെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? ഞാൻ സ്നേഹത്തോടെ പറയാം, ക്ഷമിക്കുക, കണ്ണുമടച്ച് ക്ഷമിക്കുക. വീണ്ടും വീണ്ടും പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നുകൊണ്ട് പറയണം, കർത്താവേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കർത്താവേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, കർത്താവേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ പോയി അദ്ദേഹവുമായി നിരപ്പാകും. സ്തോത്രം. നമ്മുടെ കുടുംബങ്ങളിൽ ഇത് തുടങ്ങട്ടെ, നമ്മുടെ വീടുകളിൽ തുടങ്ങട്ടെ, നമ്മുടെ വീട്ടിൽ ആരംഭിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ ഈ സ്നേഹത്തിൻ്റെ അനുരഞ്ജനം നടക്കട്ടെ.
കൺസിലിയേഷൻ, സ്നേഹത്തിന് അനുരഞ്ജനം. ദൈവത്തിന് സ്തോത്രം. എന്തൊരു സമാധാനമാണെന്നോ അപ്പോൾ. ഉള്ളിൽ നിന്ന് കറകളെല്ലാം കഴുകിക്കളയുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം, ആരോടും പരിഭവമില്ലാതിരിക്കുമ്പോഴുള്ള സമാധാനം, ആരോടും പിണക്കമില്ലാതിരിക്കുമ്പോൾ ഉണ്ടായ സമാധാനം, ആർക്കും എതിരായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും പറയാനുമില്ല എന്ന സ്ഥിതിയിൽ അതുപോലെ ഹൃദയം തകർന്ന് ഉള്ളുരുകി സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട അനുഭവം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ കേട്ടിട്ട് പോയിട്ട് നിങ്ങൾ നാളുകൾ കാത്തിരിക്കണ്ട. നിങ്ങൾ ഇപ്പോൾ തന്നെ എണ്ണി നോക്കൂ, ആരോടെല്ലാം എൻ്റെ ഉള്ളിൽ പരിഭവം. നിങ്ങളോട് തെറ്റ് ചെയ്തവരായിരിക്കും. ആരോടെല്ലാമാണ് എൻ്റെ ഹൃദയത്തിൽ നീരസം. ഒരുപക്ഷെ നിങ്ങളുടെ വഴി മുടക്കിയവരായിരിക്കും. വഴി വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടാൻ സാധ്യത മുടക്കിയ ആളായിരിക്കും, നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടുന്ന തടസ്സം നിന്നയാളായിരിക്കും, നിങ്ങൾക്കൊരു നല്ല സൗഭാഗ്യം കിട്ടുന്ന തടസ്സമായി നിന്നയാളായിരിക്കാം. ആയിക്കൊള്ളട്ടെ. ഒന്ന് ഞാൻ പറയാം, ഉടയമ്പരാൻ നിങ്ങൾക്ക് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലഭിച്ചിരിക്കും. ആരെല്ലാം തടഞ്ഞാലും ലഭിക്കും. ആരെല്ലാം തടഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തരുമെങ്കിൽ അത് ലഭിക്കും, തീർച്ചയാണ്. ദൈവം തരുന്നില്ലെങ്കിൽ പിന്നെ ആര് തന്നാലും പ്രയോജനപ്പെടുകയുമില്ല. വിശ്വസിക്കൂ നിങ്ങളിത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അനുരഞ്ജനത്തിനുള്ളതായ ഒരു നല്ല സമയമാണിത്. നിങ്ങൾ ചിന്തിക്കൂ. ഹൃദയത്തിൽ നിങ്ങൾ പുകഞ്ഞ് മനസ്സ് വേദനിച്ചുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ ഹൃദയം നേരുള്ളതല്ല, എൻ്റെ ഹൃദയത്തിൽ അഴുക്കുണ്ട്, എൻ്റെ ഹൃദയത്തിൽ വൈരാഗ്യമുണ്ട്, എൻ്റെ ഹൃദയത്തിൽ പകയുണ്ട്, ഞാൻ ചിലരോട് ക്ഷമിച്ചിട്ടില്ല, ഞാൻ ചിലരോട് ഒട്ടും ഇണങ്ങിയിട്ടില്ല. കാര്യം കാണുമ്പോൾ ചിരിക്കും, വർത്തമാനം പറയും, ഓക്കെ, അതെല്ലാം ഉണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഹൃദയത്തിൽ ചില പരുഷതകളുണ്ട്, എൻ്റെ ഹൃദയത്തിൽ ചില കാലുഷ്യങ്ങളുണ്ട് എൻ്റെ ഹൃദയത്തിൽ. നിങ്ങൾ കണ്ടുപിടിക്കുക പ്രിയപ്പെട്ടവരെ. അധികമൊന്നും പോകണ്ട, പെട്ടെന്ന് അണി നിരക്ക് നിങ്ങളുടെ മുമ്പിൽ. ആരെല്ലാമാണ് നിങ്ങളോട് അകന്നിരിക്കുന്നവർ, ആരോടെല്ലാമാണ് നിങ്ങൾ അകന്നിരിക്കുന്നത്, എല്ലാം വന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് അണി നിരക്കും. നാളേക്ക് മാറ്റി വയ്ക്കരുത്. ഞാൻ എൻ്റെ അകൃത്യം നിന്നോട് അറിയിക്കും, ഞാൻ ലംഘനങ്ങളെ ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ എൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമെന്ന് പറയുമ്പോൾ തന്നെ കുറ്റം ക്ഷമിച്ച് കിട്ടും. അത് നാളേക്ക് മാറ്റി വയ്ക്കണ്ട. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പാവം ക്ഷമിച്ച് കിട്ടും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആർക്കെങ്കിലും നിങ്ങൾ കൊടുത്തു തീർക്കാനുണ്ടോ? ഒട്ടും വൈകരുത്. അല്ലേ, നിങ്ങളുടെ കയ്യിൽ ഇല്ല, മാർഗമില്ല, നിങ്ങൾ ചെന്ന് പറയണം, എന്നോട് ക്ഷമിക്കണം, ഞാൻ വിചാരിച്ച സമയത്ത് തരാൻ പറ്റിയില്ലല്ലോ, പൊറുക്കണം, ഞാൻ എത്രയും വേഗം തന്നുകൊള്ളാം പറയണം നിങ്ങൾ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലൊരു തിരുത്തിക്കുറിക്കുന്നൊരു അനുഭവം വരണം. ജീവിതമാകെ തിരുത്തണം, ജീവിതമാകെ തിരുത്തി സുന്ദരമാക്കി എടുക്കണം, മനോഹരമാക്കി എടുക്കണം, കറയില്ലാതാക്കി എടുക്കണം. ദൈവത്തിന് സ്തോത്രം. ഏശാവ് വരുമ്പോൾ 400 ആളുമായി വരുമ്പോൾ യാക്കോബ് സാഷ്ടാംഗം വീണ് പ്രണമിച്ചു. പിന്നെ പറയുന്ന വാക്കുകൾ കേട്ടാൽ അത്ഭുതപ്പെടും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്നേക്കും ആരോടും പിണക്കമില്ലാതെ ജീവിക്കാൻ ഒരു തീരുമാനം നിങ്ങൾ എടുക്കൂ. ദൈവത്തിന് സ്തോത്രം. ഒരു തീരുമാനം. ആരോടും ഇഷ്ടക്കുറവില്ലാതെ ജീവിക്കാൻ തീരുമാനം എടുക്കൂ. നിങ്ങളെ ദ്രോഹിച്ചവരായിരിക്കാം, അവരോട് നിങ്ങൾക്കൊരു ഇഷ്ടക്കുറവില്ലാതെ സ്വർഗത്തിലെ ദൈവം കാണുമ്പോൾ ഹൃദയം സ്വച്ഛവും നിർമ്മലവുമായിരിക്കണം. ഹൃദയം കാണുന്ന ദൈവം നോക്കുമ്പോൾ, ഹൃദയങ്ങളെ തൂക്കി നോക്കുമ്പോൾ ഒരു പരാതിയോ പരിഭവമോ നീരസമോ കയ്പോ ഈർഷ്യയോ മുഷിച്ചിലോ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള അനുഭവത്തിൽ നിങ്ങൾ ജീവിക്കൂ. കാണാം, നിങ്ങൾ ഉത്തരോത്തര അഭിവൃദ്ധിപ്പെടുന്നത്. നിങ്ങളുടെ മനസ്സിന് എന്തൊരു സന്തോഷമായിരിക്കും, എന്തൊരു പ്രസന്നതയായിരിക്കും. എപ്പോഴും സന്തോഷം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഉറക്കം എഴുന്നേൽക്കുമ്പോൾ സന്തോഷം. പ്ലസൻറ്റ് മൈൻഡ് ആൻഡ് പ്ലസൻറ്റ് ഫേസ്. എപ്പോഴും സന്തോഷമുള്ള ഹൃദയവും സന്തോഷമുള്ള മുഖവും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു തീരുമാനം എടുക്കൂ. ദയവായിട്ട് ദൈവത്തോട് നിങ്ങൾ പറയൂ, കർത്താവേ, ഇത്രയും കാലം പാഴായിപ്പോയി കർത്താവേ, ഇത്രയും കാലമെല്ലാം ഞാൻ പാഴാക്കി കളഞ്ഞു, വേണ്ടായിരുന്നു, അബദ്ധമായിപ്പോയി, ഞാൻ ക്ഷമിക്കേണ്ടതായിരുന്നു, ഞാൻ പൊറുക്കേണ്ടതായിരുന്നു, ഞാൻ മാപ്പ് ചോദിക്കേണ്ടതായിരുന്നു, ലജ്ജ കൂടാതെ ഞാൻ മാപ്പ് ചോദിക്കേണ്ടതായിരുന്നു, തെറ്റുപറ്റിപ്പോയി കർത്താവേ. ഇതാ ഞാൻ ഇന്ന് പുതിയ തീരുമാനം എടുക്കുകയാണ്. ആരോട് കൃഷിയില്ലാതിരിക്കുമെന്ന് മാത്രമല്ല, ഞാൻ മുൻകൈയെടുത്ത് ഞാൻ പോയി സ്നേഹമാകും, ഞാൻ പോയി ഐക്യമാകും, ഞാൻ പോയി ക്ഷമ ചോദിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ തെറ്റ് തോന്നുന്നില്ലായിരിക്കും, മറ്റേ ആൾക്കാർക്കും തെറ്റ് പറ്റിയത്, എങ്കിലും ഞാൻ പോയി ക്ഷമ ചോദിക്കും. ഇങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കുമെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ തിരുമുഖം നിങ്ങളുടെ നേരെ തിരിയും. നിങ്ങൾക്ക് അനുഗ്രഹം സമൃദ്ധിയായി ലഭിക്കും. നിങ്ങൾ നാളുകൾ ജാഗരിച്ചിട്ടും കിട്ടാത്തതായ ആത്മീയ അനുഭവം നിങ്ങൾ ഒറ്റ നിമിഷങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ആത്മീയമായ ശക്തി നിങ്ങൾക്ക് കിട്ടും, ആത്മീയമായ കരുത്ത് നിങ്ങൾക്ക് കിട്ടും, ആത്മീയമായ അത്ഭുതമായ ധൈര്യം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ജീവിതം ഭാസനമായി തീരും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശുവിനോട് നിങ്ങൾ വാക്ക് പറയൂ, കർത്താവേ,
ഇനി മുതൽ കർത്താവേ ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി, എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ പുതിയ മനുഷ്യൻ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ പറയുക, എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടി, എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, എൻ്റെ യേശുവേ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ. അങ്ങനെ വാക്ക് പറഞ്ഞവർ മാത്രം കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹവാനേ മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടെ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി സ്തോത്രം. ഒരർഹതയില്ലാഞ്ഞിട്ടും നിങ്ങളുടെ അരികത്തിലേക്ക് എഴുന്നള്ളി വന്നതിനായി സ്തോത്രം. ഞങ്ങൾ അയോഗ്യരായിട്ടും നിങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, പാവികളോട് കരുണ ചെയ്യുന്നതിനായി കർത്താവേ, ഞങ്ങളെ സ്നേഹിച്ച ഈ സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ എന്ത് പകരം തരും കർത്താവേ. ഞങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അപ്പോൾ ഈ സമർപ്പണം എടുത്ത ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ, ബന്ധനങ്ങൾ അഴിച്ചു മാറ്റണമേ, രോഗങ്ങൾ നീക്കണമേ, ശാപങ്ങൾ മാറ്റണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ, കുടുംബ ഐശ്വര്യം നൽകണമേ, കുടുംബ സമാധാനം നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.